തോട്ടട നടാൽ റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. ദേശീയപാത തുറക്കുന്നതോടെ വലിയ വാഹനങ്ങൾക്ക് 7 കിലോമീറ്റർ അധികം സഞ്ചരിക്കേണ്ട സാഹചര്യത്തിനെതിരെയാണ് സമരം. നടാലിൽ അടിപ്പാത അനുവദിക്കണമെന്നാവശ്യപ്പെട്ട സമരസമിതി റോഡ് ഉപരോധിച്ചു. ജനങ്ങളുടെ പ്രശ്നം കാണാൻ കഴിയാത്ത ഉദ്യോഗസ്ഥരെ ആ കസേരയിൽ ഇരുത്തരുതെന്ന് കെ സുധാകരൻ ആവശ്യപ്പെട്ടു. ദേശീയപാത നിർമ്മാണം പൂർത്തിയാകുമ്പോൾ കണ്ണൂരിൽ നിന്നും തോട്ടട വഴി തലശ്ശേരിയിലേക്ക് 7 കിലോമീറ്റർ അധികം ഓടേണ്ട അവസ്ഥ ചൂണ്ടിക്കാട്ടിയാണ് സ്വകാര്യ ബസ്സുകൾ അനിശ്ചിതകാല സമരം ആരംഭിച്ചത്. തോട്ടട നടാൽ റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സുകളാണ് സർവീസ് നിർത്തിവെച്ചത്. എടക്കാട് OKUP സ്കൂളിനടുത്തായി അടിപ്പാത നിർമ്മിക്കണമെന്നാണ് ആക്ഷൻ കമ്മിറ്റിയുടെ ആവശ്യം. ബസ്സുടമ കോർഡിനേഷൻ കമ്മിറ്റിയും വിവിധ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും ചേർന്നാണ് സംയുക്ത സമരസമിതി രൂപീകരിച്ചത്. സമരസമിതിയുടെ നേതൃത്വത്തിൽ നടാലിൽ ഏറെ നേരം റോഡ് ഉപരോധിച്ചു. കെ സുധാകരൻ MP ഉദ്ഘാടനം ചെയ്തു. വികസന പ്രവർത്തനങ്ങളെല്ലാം ജനങ്ങൾക്ക് വേണ്ടിയാണ്, ജനങ്ങളെ ദ്രോഹിക്കുന്ന തരത്തിലാകരുത് അത്. ഇത് മനസ്സിലാക്കാത്ത ഉദ്യോഗസ്ഥരെ ആ കസേരയിൽ ഇരിക്കാൻ അനുവദിക്കരുതെന്നും കെ സുധാകരൻ ആവശ്യപ്പെട്ടു. ഉദ്യോഗസ്ഥന്മാരെ കണ്ണൂരിലൊക്കെയുള്ള ഉദ്യോഗസ്ഥന്മാർ ഇതിൻ്റെ അകത്തൊന്നും വഴുതി കളിക്കുകയാണ്. ഒരു സാമാന്യ മര്യാദയുമില്ലാത്ത രീതിയിലാണ് അവരുടെ പെരുമാറ്റങ്ങൾ. ഞങ്ങള് ഇവിടെ ഈ പാലങ്ങളും ഈ പറയുന്ന റോഡുകളും ഒക്കെ കെട്ടിപ്പോക്കുന്നത് ജനങ്ങളുടെ സംരക്ഷണത്തിനും ജനങ്ങളുടെ സുഖകരമായ യാത്രക്കുമാണ്. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനുള്ളതല്ല, ജനങ്ങളുടെ യാത്ര മുടക്കാനുള്ളതല്ല, ജനങ്ങൾക്ക് സങ്കടമുണ്ടാക്കുന്ന കാര്യങ്ങൾ ഉണ്ടാക്കാനല്ല. അത് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഉദ്യോഗസ്ഥ വർഗത്തെ ഒരു നിമിഷം കസേരയിൽ ഇരുത്താൻ അനുവദിക്കരുത് എന്നതാണ് എന്റെ അഭിപ്രായം. ജനമനസ്സറിയാൻ സാധിക്കാത്ത ഉദ്യോഗസ്ഥന്മാർ എന്ത് ഉദ്യോഗസ്ഥന്മാരാണ്? ഈ നാടിന്റെ നാടിമെടുപ്പ് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഉദ്യോഗസ്ഥന്മാർ എന്തുദ്യോഗസ്ഥന്മാരാണ്? ഈ റോഡിലൂടെ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുക എന്ന് പറയുന്നത് ചെറിയ കാര്യമാണോ? വലിയ പ്രശ്നമല്ലേ? ഇവിടെ അണ്ടർബ്രിഡ്ജ് ഉണ്ടാക്കാൻ സാധിക്കുമെന്നവർ പറയുന്നുണ്ട്, പക്ഷേ എത്ര? OKUP സ്കൂളിന് സമീപം അണ്ടർപാസ് അനുവദിക്കണമെന്ന ആവശ്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല. അത് അനുവദിക്കുന്നില്ലെങ്കിൽ ശക്തമായ സമരം നേരിടേണ്ടി വരുമെന്നും സുധാകരൻ മുന്നറിയിപ്പ് നൽകി. ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ സത്യൻ വണ്ടിച്ചാൽ അധ്യക്ഷത വഹിച്ചു. കെ പ്രദീപൻ, MK മുരളി, രാജ്കുമാർ കരുവാരത്ത്, VV പുരുഷോത്തമൻ, വെള്ളോറ രാജൻ, KV സവിത, K മുഹമ്മദ് കുഞ്ഞി, ബഷീർ കണ്ണാടിപ്പറമ്പ്, PK പവിത്രൻ, TM സുധാകരൻ, RK ഗിരിധരൻ, KK പ്രജിത്ത്, VV ശശീന്ദ്രൻ, M ഗംഗാധരൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്വകാര്യ ബസ്സുകൾ പണിമുടക്കിയത് യാത്രക്കാരെ ഏറെ വലച്ചു. ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടാൽ ഭാഗത്ത് ദ്രുതഗതിയിലാണ് പുരോഗമിക്കുന്നത്. പ്രവൃത്തി അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ ഈ നാടാകെ ആശങ്കയിലുമാണ്. ഈ പ്രദേശത്തുള്ളവർക്കാകെ യാത്രാ സൗകര്യം നഷ്ടമാകും എന്നുള്ള ആശങ്കയാണ് എല്ലാവർക്കുമുള്ളത്. വലിയ വാഹനങ്ങൾക്ക് 3.5 കിലോമീറ്റർ ചുറ്റി വേണം ഇങ്ങോട്ടേക്ക് സഞ്ചരിക്കാൻ. സ്വകാര്യ ബസ്സുകൾക്ക് 7 കിലോമീറ്ററാണ് ഒരു ട്രിപ്പിന് നഷ്ടമാവുക. എന്താണ് ഇതിന് പോംവഴി എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം, OKUP സ്കൂളിന് സമീപം അടിപ്പാത. അത് നൽകാൻ ദേശീയപാത അതോറിറ്റിക്ക് കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. ഈ പ്രശ്നത്തിൽ ഒരു ചർച്ച പോലും ഇല്ലാത്തത് വലിയ പ്രതിഷേധത്തിനാണ് ഇടയാക്കിയിട്ടുള്ളത്. നടാലിൽ നിന്നും ക്യാമറമാൻ നവീനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.